കോംലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൗ ടു കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. A and B are partners in a firm sharing profits and losses in the ratio of 3:1. C is admitted in the firm. A surrendered 1/32 of his share and B surrendered 3/32 of his share in favor of C. Calculate the new profit sharing ratio and sacrificing ratio. എയും ബിയും പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1 ആണ്. സി പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ്. എ സറണ്ടേഡ് 1/32 ഓഫ് ഹിസ് ഷെയർ ആൻഡ് ബി സറണ്ടേഡ് 3/32 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് സി. ഇവിടെ സിക്ക് വേണ്ടി എ അദ്ദേഹത്തിൻ്റെ ഷെയറിൻ്റെ 1/32, അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഷെയർ എത്രയാണോ ഉള്ളത് ആ ഷെയറിനെ 32 പാർട്സാക്കി മാറ്റിയതിന് ശേഷം അതിലൊരു പാർട്ടായിട്ടുള്ള 1/32 എയുടെ ഷെയറിൻ്റെ 1/32 അത് സിക്ക് കൊടുക്കുകയാണ്. അതേപോലെ ബി അദ്ദേഹത്തിൻ്റെ ഷെയറിൻ്റെ 3/32, ബിയുടെ ഷെയറിനെ 32 ഭാഗങ്ങളായി തിരിച്ചിട്ട് അതിൽ 3 ഭാഗം എടുത്തിട്ട് ആർക്ക് കൊടുക്കുക? സിക്ക് കൊടുക്കുകയാണ്. അതേപോലെ എ ഒരു ഭാഗം എടുത്തിട്ട് സിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ എയുടെയും ബിയുടെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അതേപോലെ സാക്രിഫൈസിങ് റേഷ്യോയും എങ്ങനെയാണ് കാണാൻ നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എയുടെ ഷെയറിൻ്റെ 1/32 എത്രയാണ് എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. അതേപോലെ ബിയുടെ ഷെയറിൻ്റെ 3/32 എത്രയാണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. എയുടെ ഷെയറിൻ്റെ 1/32 ആണ് എന്ത് ചെയ്യുന്നത്? സിക്ക് കൊടുക്കുന്നത്. അപ്പോൾ എയുടെ ഷെയറിൽ നിന്നും എത്രയാണോ സിക്ക് കൊടുക്കുന്ന ഷെയർ ആയിട്ടുള്ള 1/32 ഓഫ് എ ഷെയർ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ ഷെയർ കിട്ടും. അതേപോലെ ബിയുടെ ഷെയറിൽ നിന്നും എത്രയാണോ ബിയുടെ ഷെയറിൻ്റെ 3/32 ആ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ലഭിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് അത് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എയുടെ ഷെയർ എന്ന് പറയുന്നത് എയുടെ ഷെയർ 3/4 ആണ്. എയുടെ ഷെയർ 3/4 ആണ്. ഇപ്പോൾ സിക്ക് കൊടുക്കുന്ന ഷെയർ എന്ന് പറയുന്നത് എത്രയാണോ എയുടെ ഷെയർ അതിൻ്റെ 1/32 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സിക്ക് കൊടുക്കുന്ന ഷെയർ നമുക്കിവിടെ മൈനസ് ചെയ്യാം. സിക്ക് കൊടുക്കുന്ന ഷെയർ നമുക്കിങ്ങനെ ചെയ്യാം. സിക്ക് കൊടുക്കുന്ന ഷെയർ എത്രയാണോ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് എയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ലഭിക്കുക. അപ്പോൾ ഇതാണ് സിക്ക് കൊടുക്കുന്ന ഷെയർ. അപ്പോൾ സിക്ക് കൊടുക്കുന്ന ഷെയർ എന്ന് പറയുന്നത് 1/32 ഓഫ് 3/4, അതായത് എയുടെ ഷെയർ 1/32 ഓഫ് 3/4 എത്രയാണോ എയുടെ ഷെയർ അതിൻ്റെ 1/32 ആണ് സിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷെയറാണ് സിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എയുടെ ഷെയറാണ്. ആ ഷെയറിൽ നിന്നും എത്രയാണോ ഈ എമൗണ്ട് ഉണ്ടാകുക അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ എയുടെ ഷെയർ എന്ന് പറയുന്നത് 3/4 ആണ്. എയുടെ ഷെയർ 3/4 ആണ്. ഇതിൽ നിന്നും മൈനസ് 1/32 ഓഫ് എന്ന് പറയുമ്പോൾ 3/4 എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3/4 എന്ന് പറയുന്ന എയുടെ ഷെയർ ഇൻറ്റു 1/32. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 × 3. 1 × 3 ആണ്. ദെൻ 4 × 32. 4 × 32 എന്ന് പറയുമ്പോൾ 128 ആണ്. 128. അപ്പോൾ അവിടെ എയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണോ 3/4 മൈനസ് 3/128. 3/128. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, 4നെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ല എങ്കിൽ ഇതിനെ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിനെ ഈക്വൽ ആക്കി മാറ്റാം. ഇവിടെയും എന്ത് ചെയ്യണം? നമ്മൾ 128 ആക്കണം. അപ്പം 128 ആക്കുന്നതിന് വേണ്ടി ഏതുകൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന എമൗണ്ട് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3നെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ
ഇവിടെ നമ്മൾ 4 കൊണ്ട് 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 128 ലഭിക്കും. അതേപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഇവിടെ 96 നമുക്ക് ലഭിക്കും. അതേപോലെ ഇവിടെ 128 നമുക്ക് ലഭിക്കും. 128. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ പുതിയത് 96 മൈനസ് 3 രണ്ടിനും കൂടെ 128 എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 93 ബൈ 128 ആണ്. 96 ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 93 ബൈ 128 ആണ്. 93 ബൈ 128. അപ്പോൾ എയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 93 ബൈ 128 ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ എ സിക്ക് കൊടുക്കുന്ന ഷെയർ, അതായത് ഇതാണ് സിക്ക് കൊടുക്കുന്ന ഷെയർ, ആ സിക്ക് കൊടുക്കുന്ന ഷെയർ എന്ന് പറയുന്നത് 3 ബൈ 128 ആണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടും ഓർമ്മിച്ച് നോക്കുക. സിക്ക് കൊടുക്കുന്ന ഷെയർ 3 ബൈ 128, അതേപോലെ എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 93 ബൈ 128 ആണ്. ഇനി ബിയുടേത് എങ്ങനെയാണ്? ബിയുടെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം 1/4 ആണ്. 1/4 നിന്നും സിക്ക് കൊടുക്കുന്ന എമൗണ്ട് നമുക്കറിയാം. എത്രയാണോ സിക്ക് കൊടുക്കുന്നത് ആ സിക്ക് കൊടുക്കുന്ന എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ലഭിക്കും. അപ്പോൾ ഇവിടെ ബിക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ബി സറണ്ടർ ചെയ്യുന്ന, സിക്ക് വേണ്ടി സറണ്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷെയർ വിട്ട് നൽകുക എന്നൊക്കെ നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ ഇവിടെ സറണ്ടർ ചെയ്യുന്നത് 3/32 ഓഫ് ബി ഷെയർ ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 3/32 എത്രയാണോ ഇൻറ്റു 3/32 ഇൻറ്റു എത്രയാണോ ബിയുടെ ഷെയർ 1/4 ആണ്. ബിയുടെ ഷെയർ 1/4 ആണ്. അപ്പോൾ നമുക്ക് 1/4 നിന്നും ഈ 3/32 ഓഫ് 1/4, അതായത് ബിയുടെ ഷെയറിൻ്റെ 3/32 ആണ് സിക്ക് കൊടുക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബിയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ലഭിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ 1/4 മൈനസ് 3/128. 3/128 ലഭിക്കുന്നത് 3 × 1 3, അതേപോലെ 4 × 3 128 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഇതിനെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം? 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 32/128 മൈനസ്, രണ്ടിനും സെപ്പറേറ്റ് എഴുതാം. അതല്ലെങ്കിൽ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് ഒരു ഡിനോമിനേറ്ററായിട്ട് നമുക്ക് എഴുതാം. 32 മൈനസ് 3/128. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 29/128 ആണ്. 29/128 ആണ് ഇവിടെ ബിയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് എയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് 93/128 ആണ് എയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് നമുക്ക് ലഭിച്ചത്. അതേപോലെ ബിയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് ലഭിച്ചത് 29/128 ആണ്. അതേപോലെ എ സിക്ക് വേണ്ടി നൽകിയത് 3/28, അതേപോലെ ബിയും സിക്ക് വേണ്ടി നൽകിയത് 3/128 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സിയുടെ ഷെയർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സിയുടെ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എത്രയാണോ എയും ബിയും നൽകിയിട്ടുള്ളത് ആ ഷെയർ രണ്ടും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയുടെ ഷെയർ ലഭിക്കും എന്നുള്ളതാണ്. ഇവിടെ എ നൽകിയിട്ടുള്ളത് 3/128 എന്നുള്ള ഷെയറാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ 3/128 പ്ലസ് അതേപോലെ ബിയുടെ ഷെയർ ആയിട്ടുള്ള 3/128. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 3/128 എന്ന് പറയുമ്പോൾ കിട്ടുന്നത് 6/128 ആണ്. 6/128. അപ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 93 is to then 29 is to 93 29 is to then 6/128 ആണ്.
6/128. അപ്പോൾ ഇത് നമുക്ക് ശരിയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ 3 റേഷ്യോയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 128 ലഭിക്കണം. 3 റേഷ്യോയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 128 ലഭിക്കണം. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 128 ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 93:29:6 ആണ്. ഇനി നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ എന്ന് പറയുന്ന പാർട്ണർ സിക്ക് വേണ്ടി എത്ര ഷെയറാണോ നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ എയുടെ ഷെയറിൽ നിന്നും സിക്ക് കൊടുത്ത ഷെയർ എത്രയാണോ മൈനസ് ചെയ്തിട്ടുള്ളത് ആ ഷെയറിനെയാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട്. സിക്ക് വേണ്ടി എ നൽകിയിട്ടുള്ള ഷെയർ എന്ന് പറയുന്നത് 3/128 ആണ്. അപ്പോൾ 3/128 ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സിക്ക് വേണ്ടി എ നൽകിയിട്ടുള്ളത്. അതേപോലെ ബി നൽകിയിട്ടുള്ളത് എന്താ, 3/128 ആണ്. അപ്പം ഇവിടെ എയും ബിയും നൽകിയിട്ടുള്ളത് തുല്യമായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ഷെയറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സി എന്ന് പറയുന്ന പാർട്ണർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും സാക്രിഫൈസ്, അതായത് സിക്ക് വേണ്ടി എയും ബിയും നൽകിയിട്ടുള്ള ഷെയർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് 3/128 ഈസ് ടു 3/128 ആണ്. അപ്പോൾ രണ്ടാളും നൽകിയിട്ടുള്ളത് എ നൽകിയിട്ടുള്ള 3/128 നൽകിയിട്ടുണ്ട്, ബി 3/128 നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സിക്ക് കിട്ടിയിരിക്കുന്ന ഷെയറിൽ ഏത് റേഷ്യോയിലാണ് എയും ബിയും അവരുടെ പ്രോഫിറ്റ് ഷെയർ നൽകിയിട്ടുള്ളത്, 3:3 അല്ലെങ്കിൽ 1:1 എന്ന റേഷ്യോയിലാണ്. അതായത് രണ്ടാളുകളും തുല്യമായ ഷെയറാണ് സിക്ക് നൽകിയിട്ടുള്ളത്. എയും ബിയും ഈക്വൽ ഷെയർ വീതം എടുത്തിട്ടാണ് ആർക്ക് നൽകിയിട്ടുള്ളത്, സിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടുന്നത് 1:1 ആണ്. അപ്പം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ 1:1 തന്നെയായിരിക്കും. നേരത്തെയുള്ള എയുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4/5 മൈനസ് 93/128 നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേ റേഷ്യോ തന്നെയാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ തന്നിട്ടുണ്ട് എയുടെ ഷെയറിൽ നിന്നും സിക്ക് വേണ്ടി കൊടുക്കുന്ന ഷെയർ നമുക്ക് പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേ എമൗണ്ട് തന്നെയാണ് ലഭിക്കുക. താങ്ക് യു.